സിറിയയിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായുള്ള ആസാദിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിന്റെ പ്രതീകമാണ് മനുഷ്യ അറവുശാല അഥവാ അവിടുത്തെ ജയിൽ. സെഡ്നായയിലെ ജയിൽ മതിലുകൾ ഭേദിക്കാൻ വിമതസേന തീവ്രമായി ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പലതും പുറത്തു വന്നിട്ടുമുണ്ട്. വധശിക്ഷ നടപ്പാക്കുന്ന മുറിക്ക് ചുറ്റും നടന്ന് പലരും ദൃശ്യങ്ങൾ പകർത്തുന്നതും ഭയത്തോടെ നോക്കി നിൽക്കുന്നതും അതിൽ കാണാം. അവിടെ അയൺ എക്സിക്യൂഷൻ പ്രസ് എന്നറിയപ്പെടുന്ന ഒരു യന്ത്രവുമുണ്ട്. സിറിയയിൽ ഏകാധിപതിയായിരുന്ന പ്രസിഡന്റ് ബഷർ അൽ അസദും കുടുംബവും പലായനം ചെയ്തതിന് പിന്നാലെ രാജ്യത്ത് ആരംഭിച്ച ആഘോഷ പ്രകടനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. 13 വർഷങ്ങൾക്ക് മുൻപാണ് ഏകാധിപത്യ ഭരണത്തിനെതിരായ വിമത നീക്കം രാജ്യത്ത് ആരംഭിച്ചത്. ഇപ്പോൾ അതിനൊരു ശുഭകരമായ പര്യവസാനം ഉണ്ടായിരിക്കുകയാണ്. ഇതിന് പിന്നാലെ വിമതർ ആദ്യം ചെയ്തത് ജയിലുകളിൽ നിന്ന് 10,000-കണക്കിന് ജനങ്ങളെ മോചിപ്പിക്കുക എന്നതാണ്. നിരവധി പേരെ പുറത്തെത്തിക്കാൻ സാധിച്ചുവെങ്കിലും ഇനിയും ഒട്ടേറെ തടവുകാർ പ്രാകൃത ജയിലിനുള്ളിലെ അറകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോഴും പലരും രഹസ്യ ഭൂഗർഭ സെല്ലുകൾക്കുള്ളിൽ ജീവന് വേണ്ടി പോരാടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുൻപ് സൂചിപ്പിച്ച അയൺ എക്സിക്യൂഷൻ പ്രസ് എന്ന യന്ത്രം തടവുകാരെ കൊല്ലാൻ ഉപയോഗിക്കുന്നതാണെന്നാണ് റിപ്പോർട്ട്. തടവുകാരെ വധശിക്ഷയ്ക്ക് വിധിച്ച ശേഷം അവരെ ഈ ഇരുമ്പ് യന്ത്രത്തിനുള്ളിൽ കിടത്തി ഞെരിച്ചു കൊല്ലും. ഒരു കൂട്ടം ആൾക്കാരെ തൂക്കിക്കൊല്ലാനായി ഉപയോഗിച്ചിരുന്ന ഡസൻ കണക്കിന് ചുവന്ന നിറത്തിലുള്ള കയറുകൾ അവിടെ നിന്നും വിമതർ കണ്ടെത്തിയിട്ടുമുണ്ട്. നിലവിൽ ഭൂഗർഭ സെല്ലുകൾക്കുള്ളിൽ കഴിയുന്നവരെ മോചിപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിന് ഏറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല ഭിത്തികൾക്കും പിന്നിൽ ഭൂഗർഭ അറകളിലേക്കുള്ള ഇലക്ട്രോണിക് വാതിലുകൾ ഉണ്ടെന്നാണ് രക്ഷാസംഘത്തിലുള്ളവർ പറയുന്നത്. ഈ വാതിലുകൾ തുറന്നാൽ തടവുകാർ നിറഞ്ഞ ഇരുണ്ട ബങ്കറുകളിലേക്കാണ് പോകുന്നത്. ഇങ്ങനെയുള്ള അറകളെ റെഡ് വാർഡ് എന്ന് വിളിച്ചിരുന്നു എന്നാണ് ഇവിടെ നിന്നും മോചിക്കപ്പെട്ട ആളുകൾ പറയുന്നത്. ഇതിനുള്ളിൽ ശ്വാസം കിട്ടാത്തതിനാൽ പല തടവുകാരും ശ്വാസം മുട്ടി മരിക്കുകയാണ് പതിവ്. അതിനാൽ തന്നെ അധികാരികൾക്ക് പോലും രഹസ്യ സെല്ലുകളിലേക്ക് പ്രവേശിക്കാൻ ഭയമാണ്. രഹസ്യ പാസ്വേഡുകളുള്ള ഈ ഇലക്ട്രോണിക് വാതിലുകൾ തകർക്കാൻ രക്ഷാസംഘം ഏറെ ബുദ്ധിമുട്ടുന്നുമുണ്ട്. സിറിയൻ സിവിൽ ഡിഫൻസ് ഗ്രൂപ്പായ വൈറ്റ് ഹെൽമെറ്റ്സ് ആണ് ഇപ്പോൾ തടവറകളിൽ നിന്ന് രക്ഷപ്പെട്ടവർ പറയുന്നതനുസരിച്ച് തിരച്ചിൽ നടത്തുന്നത്. കോൺക്രീറ്റിന് മുകളിൽ ചങ്ങലക്കിട്ട് കിടത്തിയിരിക്കുന്ന രാഷ്ട്രീയ തടവുകാർ തങ്ങളെ മോചിപ്പിക്കാനായി നിലവിളിക്കുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു. ജയിലറകളിൽ നടക്കുന്നത് കൊടും ക്രൂരതയാണെന്ന് നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ രക്ഷപ്പെട്ട് തിരിച്ചെത്തിയ തടവുകാർ പറയുന്നത് അവിടെ സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ സാധിക്കാത്ത ക്രൂരതകളാണെന്നാണ്. 33 വർഷത്തിന് ശേഷം പുറം ലോകം കാണുന്നയാളാണ് സുഹൈൽ അൽ ഹംവി. മരിച്ചുവെന്ന് കരുതപ്പെടുന്നവരും രക്ഷപ്പെട്ടവരും കൂടാതെ ഇനിയും ആയിരക്കണക്കിന് പേരുടെ യാതൊരു വിവരവുമില്ലെന്നാണ് സുഹൈൽ പറയുന്നത്. ജയിലിൽ അടയ്ക്കപ്പെട്ട ശേഷം താൻ ഇതുവരെ സൂര്യനെ കണ്ടിട്ടില്ലെന്നാണ് 63-കാരനായ ബാഷർ ബർഹൂം പറഞ്ഞത്. 7 മാസത്തെ നരക ജീവിതത്തിന് ശേഷം വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്ന ദിവസമാണ് മോചനം ലഭിച്ചതെന്നും അദ്ദേഹം പറയുന്നു. ഞങ്ങൾക്ക് പരസ്പരം അറിയില്ല, എപ്പോഴും തിങ്ങിഞ്ഞെരുങ്ങിയ മുറിയിലാണ് കഴിഞ്ഞിരുന്നത്. എനിക്ക് പേരില്ല, ഒരു നമ്പർ മാത്രമേയുള്ളൂ. ഞാൻ മരിച്ചുവെന്നാണ് കുടുംബം പോലും കരുതിയിരുന്നത്, രക്ഷപ്പെട്ട മറ്റൊരാൾ പറഞ്ഞു. ഓരോ ആഴ്ചയും നിരവധി ആളുകളെയാണ് രഹസ്യമായി വധിക്കാറുള്ളത്. 2011-നും 2018-നും ഇടയിൽ 30,000-ത്തിലധികം തടവുകാർ വധിക്കപ്പെട്ടു. 2018-നും 2021-നും ഇടയിൽ 500 തടവുകാരെ കൂടി വധിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇപ്പോഴും ആയിരക്കണക്കിന് തടവുകാർ മണ്ണിനടിയിലെ അറകളിൽ ശ്വാസം മുട്ടി കിടപ്പുണ്ട്. ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ നിത്യസംഭവമാണെന്നാണ് ജയിൽ മോചിതരായ പലരും പറയുന്നതും. തങ്ങളെ മർദ്ദിക്കുകയും ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തിരുന്നുവെന്നും ഇവർ പറയുന്നു. ജയിലിലാക്കപ്പെട്ട ഇവർ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ എന്ന് പോലും കുടുംബാംഗങ്ങൾക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല. ഭക്ഷണം, വെള്ളം, മരുന്ന് എന്നിവ പോലും നൽകിയിരുന്നുമില്ല. ശരീരത്തിൽ വൈദ്യുതി കടത്തിവിടുക, തീ കൊണ്ട് പൊള്ളിക്കുക തുടങ്ങിയ രീതികളിലും ഇവരെ ആക്രമിച്ചിരുന്നു.